تخافا إنني معكما أسمع. ഇതാണോ ഷമീറിന്റെ? ഓക്കെ, ഇതിലെന്താണ് ഷമീറിന്റെ ടുഡേ ഓപ്പൺ ചലഞ്ച്? ലിയാഖത്ത് അലിയെ വെല്ലുവിളിക്കുന്നു. നമ്മൾ തമ്മിലൊരു സംവാദം ബാക്കിയുണ്ട്, ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നടത്താം. നീ ഇതൊന്നാണ് കഴിയട്ടെ ഷമീറെ. നിങ്ങൾ അന്ന് വന്നപ്പോ നമുക്ക് സംവാദം നടത്താന്നല്ലേ പറഞ്ഞത്? വലിയ വലിയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഉടായ്പ. അടിമത്ത വിഷയത്തിൽ ഷമീർ ആയാലും മതി. ഉണ്ടോ കോഴിക്കോട് 5-ാം തീയതി വരുന്നോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഇന്നലെ UA ടീം നടത്തിയിരുന്ന ഒരു ലൈവ് പരിപാടിയിൽ അടിമത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സംവാദവുമായിട്ട് ലിയാഖത്ത് അലിനെ ക്ഷണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം സംവാദത്തിന് തയ്യാറല്ല, ഓൺലൈൻ സംവാദത്തിന് തയ്യാറല്ല, ഓഫ്ലൈനിലെ തയ്യാറാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ തന്നെ ലൈവ് ചെയ്തു. അപ്പോൾ അവിടെ ഞാനൊരു കമന്റ് ഇട്ടിരുന്നു. അത് അദ്ദേഹത്തിന് വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അദ്ദേഹത്തിന് പേഴ്സണലി വാട്സപ്പിൽ അയച്ചു. അങ്ങനെ പിന്നീട് അദ്ദേഹം ഇത് കണ്ടു. അതായത് ഇതിനു മുമ്പ് നമ്മളൊരു സംവാദത്തിന് വേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. അത് നാട്ടിലെത്തിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ചോദിച്ചതായിരുന്നു. അപ്പം അതിനിടക്കാണ് ഇത് ചെറിയ വിഷയമാണ്, ഞാൻ ഉടായ്പ ഇറക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഉടായ്പൊന്നും ഇറക്കില്ല, നമുക്ക് ഏത് വിഷയത്തിലും നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഈ വിഷയത്തിലും നമ്മൾ തയ്യാറാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് ബാക്കി അതിന്റെ ഫോർമാറ്റും അതിന്റെ നിബന്ധനകളും ഒക്കെ ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കാം. അപ്പം ഇത് നമ്മൾ ഏറ്റെടുക്കുന്നു. ഇനി മുങ്ങരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.